ലോട്ടറി തിരുത്തി പണം കവരുന്ന വിരുദ്ധൻ പോലീസ് പിടിയിലായി. ലോട്ടറി ചില്ലറ വിൽപ്പനക്കാരായ അംഗപരിമിതരെയും സാധാരണക്കാരായ സ്ത്രീകളെയും കേന്ദ്രീകരിച്ചാണ് പ്രതി ലോട്ടറി തിരുത്തി സമ്മാനത്തുകയായ ലോട്ടറിയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് പകുതി പണവും ലോട്ടറിയും കവരുന്നത്. പുനലൂർ വെഞ്ചേമ്പു സ്വദേശി ഷാജിയെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. ഓയൂർ ചുങ്കത്തറ വെച്ച് മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തി വന്ന കിളിമാനൂർ സ്വദേശിയായ നൌഷാദിൽ നിന്ന് നമ്പർ തിരുത്തിയ ലോട്ടറി ടിക്കറ്റ് നൽകി സമ്മാനത്തുക 5000 രൂപയുണ്ടെന്ന് കാട്ടി 50-50 ലോട്ടറി നൌഷാദിന് നൽകി ഇത്രയും തുക കൈവശമില്ലെന്ന് പറഞ്ഞപ്പോൾ കൈവശമുള്ള ക്യാഷും ബാക്കി ടിക്കറ്റും മതിയെന്ന് പറഞ്ഞു കബളിപ്പിച്ച് കടന്നുകളയുകയായിരുന്നു. നൌഷാദ് പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രതി സമാനമായ തട്ടിപ്പ് നടത്തിവരികയായിരുന്നു. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിവരുന്ന പ്രതികളുടെ ക്രൈം റെക്കോർഡ് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ 2021 എഴുകോൺ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതി സമാന തട്ടിപ്പിന് അറസ്റ്റിലാവുകയും റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു. പ്രതിയുടെ ക്രൈം റെക്കോർഡിൽ നിന്ന് ലഭിച്ച ഫോട്ടോ തട്ടിപ്പിനിരയായവരെ കാണിച്ചപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് പോലീസ് പ്രതിയെ കരിക്കോട് വാടക വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. പ്രതി തട്ടിപ്പിനിറങ്ങുന്നത് സാദാ ഷർട്ടും കാക്കി പാൻറ്റും ബ്രൗൺ ഷൂവും ധരിച്ച് ഒറ്റനോട്ടത്തിൽ ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ ബൈക്കിൽ സഞ്ചരിച്ച് ആർക്കും സംശയം തോന്നാതിരിക്കാൻ തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചവരോട് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്നും പറയുകയും ചെയ്തിരുന്നു. പ്രതി ലോട്ടറി തിരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. ഓടനാവട്ടം സ്വദേശിനിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ലോട്ടറിയിൽ 5000 രൂപ സമ്മാനമുള്ള 4 ടിക്കറ്റ് ഉണ്ടായിരുന്നു. പ്രതിക്ക് ടിക്കറ്റ് മാറി പണമെടുക്കാനുള്ള സമയത്തിന് മുമ്പേ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ ചടയമംഗലം, കൊട്ടാരക്കര, പാരിപ്പള്ളി, എഴുകോൺ സ്റ്റേഷനുകളിൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ബിജുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ രജനീഷ്, അനീസ്, ബിനീഷ് പാപ്പച്ചൻ, ബിനു ജോർജ്, കൃഷ്ണകുമാർ, CPO അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.